നമ്മൾ ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാനില ഫ്ലേവറാണ്. അതിൻ്റെ ഫ്ലേവറാണ് നമ്മൾ ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. എന്താണ് അമ്മേ? ബട്ടറാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത്. സാധനത്തിന് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ബട്ടർ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഉണ്ട്. അമ്മച്ചി പാല് പൊട്ടിക്കുകയാണ്. അതിൻ്റെ കൊണ്ട് അവിടെ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ഫ്ലേവറാണ് പ്രൈവറ്റാണ്. കാരണം നമ്മൾ പാൽ ഒഴിക്കുന്നുണ്ട്. പാലൊഴിക്കുന്നുണ്ട് നമ്മൾ. ഒരു പാലൊഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിലുമയുടെ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പൊട്ടിക്കണോ? പൊട്ടിയിടാനല്ലേ? ഞാൻ പൊട്ടിക്കാം. ആണെങ്കിലും പൊട്ടി. അപ്പോൾ അതോ ആഗ്നൽ നമ്മുടെ ഐസ്ക്രീം പൊടി വലിച്ചു പൊട്ടിക്കുന്നുണ്ട്. അതിൽ മുട്ടയൊക്കെ അടിച്ച അല്ല മുടി വെട്ടിയേട്ടാ. മുടി വെട്ടിയിട്ട് എങ്ങനെ ഉണ്ടത്? അപ്പം നമ്മുടെ പൗഡറാണിത്. കണ്ട അതിൻ്റെ അകത്തൊരു പാക്കറ്റുണ്ടായിരുന്നു. അതാണിത്. നല്ല തണുത്തിരിപ്പുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചുകൊണ്ട്. നല്ല ബേസ് പുഡിങ് എടുത്തേ. അപ്പം ഇതാണ് നമ്മുടെ വാനില ഫ്ലേവർ ഐസ്ക്രീം പൊടി എന്ന് പറയുന്നത്. ഐസ്ക്രീം മിക്സ് ആണ്ട് ഇതിൻ്റെ ബാഗിൽ തന്നെ അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ നോക്കത്തില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ നമ്മൾ ചെയ്യും. അതുകൊണ്ട് അമ്മച്ചി പാലൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പാലും കൂടി മിക്സ് ചെയ്യും. അപ്പം അമ്മച്ചി അത് പൊട്ടിക്കുകയാണ്. നിങ്ങൾ വീട്ടിലെല്ലാവരും ഇത് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആ പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഇളക്കാം. നമ്മൾ ചേർക്കുന്നു, ഇളക്കുന്നു. നമ്മൾ വാനില ഫ്ലേവർ ഐസ്ക്രീമാണ്. വനില എന്നിട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പഞ്ചസാരയാണ് അതിനകത്തിരിക്കുന്നത്. നമ്മളതുകൊണ്ട് മിക്സാണ്. അപ്പോൾ നമ്മളിത് ആ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1, 2, 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമ്മൾ ബട്ടർ ചേർക്കണം. ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ അത് അമൂലിൻ്റെ ബട്ടർ, അമൂലല്ലേ മിൽക്കി ബിസ്റ്റിൻ്റെ ബട്ടർ നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്യാണ്. തിളപ്പിക്കണ്ടേ അമ്മേ? നമ്മളിതാ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതൊക്കെ കൂടെ നന്നായിട്ട് അലിഞ്ഞ് മിക്സായി കിട്ടണം. ആ ചീസൊന്നും അലിഞ്ഞിട്ടില്ല, അല്ല ബട്ടറൊന്നും അലിഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് നന്നായിട്ട് അലിഞ്ഞ് സെറ്റ് ആവണം. അതുകൊണ്ട് ഇതാണ് നമ്മളെടുത്ത പാക്കറ്റ് എന്ന് പറയുന്നത്. പുറത്ത് മഴയൊക്കെ പൊടിക്കുന്നുണ്ട്. ഞാൻ ഐസ്ക്രീം ബൗൾ എടുക്കാം. എന്തോ തിളപ്പിക്കാം. നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടിത് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ നല്ല വെളുത്ത കളറായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത് പക്ഷേ അത്ര വെളുപ്പല്ല. ഇതൊരു ക്രീം കളർ മിക്സാണ്. ക്യാമറയിൽ കാണുമ്പോൾ വെള്ള കണക്കിരിക്കും. ഇവിടെ വെച്ചോണ്ട് തോന്നറാണല്ലേ ഫ്രണ്ട്സ്. ആഗ്രഹം മണ്ടേ കയറിയിട്ട് നമ്മുടെ ഐസ്ക്രീം ബോൾ എടുക്കാൻ പോവുകയാണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഐസ്ക്രീം ബോളുണ്ട്. ഇതെടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയിക്കോ അമ്മ. കൊണ്ടുപോയിക്കോ. ഓക്കെ. അങ്ങനെതോ മേശയൊക്കെ വലിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ചിട്ട് അങ്ങോട്ട്. ഓക്കെ മതി കയറിക്കോ. മഴയിൽ കയറി നമ്മുടെ ഐസ്ക്രീം ബോൾ എടുക്കുക. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പാലാച്ചിന് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. ഐസ്ക്രീം ബോൾ തന്നെ അന്നലിന് വേണമെന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ മാതാവാണത്, കുഞ്ഞു മാതാവാണ്. പിന്നെ നമ്മുടെ ഗിഫ്റ്റ്സൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഗിഫ്റ്റ് പൊട്ടിപ്പോയി. മറ്റേ ലൈറ്റ് എത്തുന്ന ബോളില്ലേ, അപ്പോൾ പൊട്ടിപ്പോയി. സൂക്ഷിച്ചെടുക്കുന്നത് അതിൻ്റെ ഗ്ലാസ്സാണ്. അതൊക്കെ വെയിറ്റ് ഉണ്ട്.
ആ താഴെ വെക്ക്. അപ്പം ഇതാണ് നമ്മുടെ അല്ല ഐസ്ക്രീം ബോൾ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് ഫ്രണ്ട്സ്. എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ്. പാലാച്ചൻ എനിക്ക് എൻ്റെ ഫ്രണ്ട് കൊണ്ട് ഗിഫ്റ്റ് തന്നെയാണ്. അല്ല എനിക്കാണ് ഗിഫ്റ്റ്. ഇല്ല എനിക്കാണ് ഗിഫ്റ്റ് കിട്ടിയത്. എത്ര എണ്ണം ഉണ്ട്? ഇനിയുണ്ടാ? 6 എണ്ണം ഉണ്ടാ? എത്ര ഉള്ള? ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. 6 ഐസ്ക്രീം ബോൾസ് ആണ്. ഇത് ഒരു ബ്ലൂബെറി ഷേപ്പിലൊക്കെ ഉള്ള അതാണ്. പിന്നെ ഇതിൻ്റെ ബേസ് ബോർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് കേട്ടോ. ഇത് അതിൻ്റെ റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 160 രൂപയാണ് ഇതൊരു സെറ്റിന്. നമുക്കിത് അമ്മയടുത്ത് കൊണ്ട് കൊടുക്കാം. ഇത് കഴുകണം, അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. ഇതാണ് ബൗള്. ഈ ബൗള് കഴുകി തരോ? 6 എണ്ണം ഉണ്ട്. പിന്നെ ഇതാണൊക്കെ നമുക്ക് പാലാച്ചിന് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. പാലാച്ചിനല്ല, പുത്തുകുറ. ഇത് അമ്മച്ചി നിൽക്കി, ഞാൻ ലൈറ്റ് ഇടട്ടെ. അമ്മ അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം മിക്സ് നമുക്ക് തിളപ്പിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിക്കണം അല്ലേ അമ്മേ? നന്നായിട്ട് അമ്മച്ചി ഇങ്ങനെ തിളപ്പിക്കുന്നുണ്ട്. ആഡിനെ കൊണ്ട് അവിടെ ബൗൾസ് കഴുകുകയാണ്. ഇതാണ് നമ്മുടെ ബൗളെന്ന് പറയുന്ന ഇതാണ് നമ്മുടെ. അപ്പം നമ്മൾ ഇത് ഞാൻ പിന്നെ കാണാം. ടാറ്റാ. ഇവിടെ നമ്മൾ നമ്മുടെ ഐസ്ക്രീം നമ്മൾ സെർവ് ചെയ്യുകയാണ്. നമ്മുടെ ബൗളിലോട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കണം. ആ അമ്മ നമ്മുടെ എല്ലാം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. കണ്ട, നല്ല വൈറ്റ് കളറായിട്ടാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. പക്ഷേ ഇതൊരു ഡാർക്ക് ഒരു ലൈറ്റ് കളറാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചതാണ്ട് ഇങ്ങനെ ഒഴിക്കുകയാണ്. ലാസ്റ്റ് ബൗളിലോട്ട് നമ്മൾ ഇപ്പോൾ ഒഴിക്കാൻ പോവുകയാണ്. പിന്നെ ലാസ്റ്റ് ബൗളിൽ നമ്മളിങ്ങനെ ഒഴിക്കുകയാണ്. ഒഴിച്ച് അതും നമ്മളിങ്ങനെ മുക്കി കൊണ്ടുവരുന്നുണ്ട്. ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ അമ്മച്ച അതിൻ്റെ അകത്തോട്ട് ഒഴിക്കണുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഇതമ്മ ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജ് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ്, പുതിയ ഫ്രിഡ്ജാണ്. അതുകൊണ്ട് ഓരോന്നും നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കുകയാണ്. 2 എണ്ണം നമ്മൾ വെച്ചു. 2 എണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട്. 3-മത്തതും നമ്മൾ വെച്ചു. നമ്മൾ 4-മത്തതും വെച്ചിട്ട് ഓക്കെ. അപ്പം നമ്മുടെ ഐസ്ക്രീം നമ്മൾ ഫസ്റ്റ് ട്രൈ ആണ്. അതുകൊണ്ട് ഐസ്ക്രീം നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. ഐസ്ക്രീം പാർലറിലൊക്കെ പോകുമ്പം ഒരുപാട് കളറൊക്കെ ചേർത്ത് അവർ ചെയ്യും. അതിനേക്കാളും നമുക്ക് ഇതാണ് നല്ലത്. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. വാനില ഫ്ലേവർ ആയതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ ഉണ്ട്. സൂപ്പറാണ്.